ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. ഇന്നു മുതൽ നമ്മൾ വിശ്വാസം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. വളരെയധികം തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് വിശ്വാസം. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിച്ചം നൽകട്ടെ. ഒരാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി കൊണ്ട് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പൂർണ്ണമായി ഒന്നും പഠിച്ച് നമ്മൾ തീരുന്നില്ല. ഒരു വിഷയവും നമ്മൾ ഒരു ബൈബിൾ സ്റ്റഡിയിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ബൈബിൾ സ്റ്റഡി പങ്കെടുത്തുകൊണ്ട് നമ്മൾ പഠിച്ചു തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26 കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ പഠിപ്പിക്കുകയും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ഒരു തടസ്സമുള്ളത്, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം ചില ദിവസങ്ങൾക്ക് ശേഷം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് അവർ നിരാശരായി മടുത്ത് പിന്മാറി പോവുകയാണ്. അവരുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ യേശു അവർക്ക് പ്രത്യക്ഷനായി അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു. മശിഹ കഷ്ടം അനുഭവിച്ച് മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ, മോശ തന്റെ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും യാത്ര തുടർന്നു. അവര് പാർക്കുന്ന വീട്ടിൽ എമ്മൗസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു അവരോടുകൂടെ പാർത്തു. അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത്. ആ സമയത്ത് അവർക്ക് മനസ്സിലായി ഇത് യേശുവാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ നാഴികയിൽ തന്നെ അവർ മടങ്ങി യെരുശലേമിലേക്ക് പോയി. അവര് മടങ്ങിപ്പോകുന്നത് ഈ എമ്മോസിലെത്തി അപ്പം നുറുക്കി അവർക്ക് കാര്യങ്ങൾ പൂർണ്ണ മനസ്സിലായപ്പോൾ മാത്രമാണ് അവർ മടങ്ങിപ്പോകുന്നത്. എന്നാൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്: അവൻ വഴിയിൽ നമുക്ക് തിരുവെഴുത്തുകളെ തെളിയിച്ചു തരുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിയില്ലയോ? അപ്പൊ ഈ വഴിയിൽ കർത്താവ് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവരൊന്നും ചെയ്തില്ല. കാരണം അല്ലെങ്കിൽ അവരെ എമ്മോസ് വരെ എത്തത്തില്ലായിരുന്നു. ആ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ആ വചനത്തോട് പ്രതികരിച്ച് ആ നാഴികയിൽ തന്നെ അവർ യെരുശലേമിലേക്ക് മടങ്ങി പോകുമായിരുന്നു. പക്ഷെ അപ്പൊ അവർ പോയില്ല. അതായത് ദൈവവചനം കേട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ കത്തിയാലും നമ്മൾ പ്രതികരിക്കണമെന്നില്ല. അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ പഠനത്തിന്റെ തടസ്സം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ തന്നെ തുടരാനാണ് നമുക്ക് താല്പര്യം. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു പിടിവാശി പോലെയാണ്. അതുകൊണ്ട് എന്താ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ കഴിയുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആശയങ്ങളെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ചിന്തകളുണ്ട്. ഒന്ന്, ഞാൻ ദൈവത്തിനു വേണ്ടി. മറ്റൊന്ന്, ദൈവം എനിക്ക് വേണ്ടി. ഐ ആം ഫോർ ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഫോർ മീ. ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. ദൈവം എൻ്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ, എൻ്റെ താല്പര്യങ്ങൾ നിവർത്തിച്ചു തരാൻ സ്വർഗത്തിലുണ്ട്. ആ ദൈവം എൻ്റെ ഇഷ്ടങ്ങൾ നിവർത്തിച്ചു തരും. അതിന് പ്രത്യുപകാരമായിട്ട്
ഞാൻ ദൈവത്തിന് പ്രാർത്ഥന കൊടുക്കുന്നു, ആരാധന കൊടുക്കുന്നു, സുവിശേഷീകരണം നടത്തുന്നു. അങ്ങനെ എന്റെ കാര്യം നിവർത്തിച്ചു തരുന്നതിന്റെ പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അതാണ് ഒരു ചിന്ത. ഗോഡ് ഈസ് ഫോർ മീ, ദൈവം എനിക്ക് വേണ്ടി. മറ്റൊരു ചിന്ത, ഐ ആം ഫോർ ഗോഡ്, ഞാൻ ദൈവത്തിന് വേണ്ടി. ദൈവം എന്നെ സൃഷ്ടിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി ജീവിക്കാം, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാം. ഈ രണ്ട് ചിന്തകളിൽ ഏതെങ്കിലും ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് കാര്യങ്ങളെയൊക്കെ നാം കാണുന്നത്. നമുക്ക് ഒരു വേദഭാഗം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും ജനിക്കുക. നമ്മളെല്ലാവരും വീണ്ടും ജനിച്ചവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചത് എന്ന് ശരിയായി നമുക്കറിയില്ല. എന്തുകൊണ്ട് യേശു പറയുന്നത് വീണ്ടും ജനിക്കണം? സാധാരണ ഒരു കാര്യം നമ്മൾ ആവർത്തി ചെയ്യാൻ പറയുന്നതിന്റെ ഒരു കാരണം, ഒന്നുകിൽ ചെയ്ത കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ പൂർണ്ണതയിൽ അത് എത്തിയിട്ടില്ല. ഒരു പരീക്ഷ വീണ്ടും എഴുതാൻ പറയുന്നത് എന്താണ്? ഒന്നുകിൽ പരീക്ഷ തോറ്റുപോയി, അല്ലെങ്കിൽ ആ പരീക്ഷയിൽ നല്ല മാർക്കില്ല. ഇവിടെ കർത്താവ് പറയാണ് വീണ്ടും ജനിക്കണം. എന്തിനാ? ഒരിക്കലും ഞാൻ ജനിച്ചതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ജനിക്കുന്നത്? ഈ ഒന്നാമത്തെ ജനനത്തിന് ഒരു പ്രശ്നമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആ വാക്യം ശ്രദ്ധിച്ചേ. എല്ലാവരും ഇങ്ങനെ പാപം ചെയ്തു. എങ്ങനെ? അവിടെ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ സാധാരണ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിലൂടെയാണ്. ഒരു നുണ പറയുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്നു, അല്ലെങ്കിൽ വിഗ്രഹാരാധന നടത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത ഏതെങ്കിലും കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, കാണുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് പാപം ചെയ്തത്. ഇവിടെ പറയുന്നത് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തു. എങ്ങനെ? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതായത് ചെയ്തിട്ടല്ല. ആദാം പാപം ചെയ്തപ്പോൾ ആ പാപം എല്ലാവരിലേക്കും പകരുകയാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ പാപമാണ്, പാപം ചെയ്തില്ലെങ്കിലും ഞാൻ പാപിയാണ്. എന്റെ അവസ്ഥ അതാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ആദാമിലാണ് ജനിക്കുന്നത്. ആദാമിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ പാപം ചെയ്തില്ലെങ്കിലും അവൻ പാപിയാണ്. അതായത് പകർച്ചവ്യാധിയുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും പാപിയായിട്ടാണ് അവൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ജനനം പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ജനനം ശരിയല്ല. ഒന്നാമത്തെ ജനനം നമ്മളെ മരണത്തിൽ കൊണ്ടുപോയി എത്തിക്കും. പക്ഷെ നമ്മളെല്ലാവരും ആ ജനനം ആഘോഷിക്കുകയാണ്. ബർത്ത്ഡേ എന്നും പറഞ്ഞ് കുറെ കാശ് പൊട്ടിക്കുകയാണ്. നല്ല ജനനമല്ല. നല്ല ജനനമാണെങ്കിൽ കർത്താവ് പറയത്തില്ലായിരുന്നല്ലോ വീണ്ടും ജനിക്കാൻ. ആ ജനനം നമ്മൾ ആഘോഷിക്കും. പുതിയ നിയമത്തിലെ ബൈബിളില് ആരും ബർത്ത്ഡേ ആഘോഷിച്ചായിട്ട് പറയുന്നില്ല. ആകെ ഹെരോദാവിനോട് ബന്ധപ്പെട്ട് ആഘോഷിച്ചതായിട്ടാണ് പറയുന്നത്. അത് എന്താ സംഭവിച്ചത്? യോഹന്നാന്റെ, ദൈവത്തിന്റെ ദാസനായ യോഹന്നാന്റെ തലയും പോയി. അല്ലാതെ ബൈബിളിൽ യേശുവിന്റെ ജനനമോ വേറെ ആരുടെ ജനനമോ ആരും ആഘോഷിച്ചിട്ടില്ല. ശരിക്കും ആഘോഷിക്കേണ്ടത് രണ്ടാമതൊരു ജനനമുണ്ട്. അതായിരുന്നു ആഘോഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്തോ നമ്മള് ആദ്യത്തെ നമുക്ക് വലിയ കാര്യം. ഓക്കെ, അപ്പോ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും ആദാമിൽ ജനിക്കുന്നത് കൊണ്ട് അവൻ പാപിയായിട്ടാണ് ജനിക്കുന്നത്.
അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം. അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി എവിടെയാ ജനിക്കുന്നത്? വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിലാണ് ജനിക്കുന്നത്. ഒന്നാമത്തെ ജനനം ആദാമിലാണ്. രണ്ടാമത്തേത് വീണ്ടും ജനിക്കുമ്പോൾ ക്രിസ്തുവിൽ അവൻ ജനിക്കുകയാണ്. ഞാൻ വീണ്ടും ജനനത്തിന്റെ ക്ലാസ് അല്ല എടുക്കുന്നത്, പക്ഷേ വിശ്വാസത്തെക്കുറിച്ചുള്ള ചില മുഖവുരകൾ പറയുകയാണ്. മാത്രമല്ല എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ച ആളുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് വിശദമായി പറയാത്തത്. ഈ വീണ്ടും ജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് പലർക്കും അറിയത്തില്ല. അത് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വീണ്ടും ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആരോ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിന്റെ രീതി എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേരെയൊക്കെ ഒരു ക്യാമ്പിൽ പങ്കെടുപ്പിക്കും. അന്ന് അവൻ രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ്സിന്റെ ക്ലാസ് കഴിയുമ്പോൾ വേറെ ക്യാമ്പിൽ പങ്കെടുക്കും. അതിൽ അവൻ സ്നാനപ്പെടും. ഇതാണ് പലപ്പോഴും വീണ്ടും ജനനം എന്ന് അവൻ മനസ്സിലാക്കുകയും അവന്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നമ്മൾ രാജാവായി വാഴുകയാണ്. ആദാമിൽ ജനിച്ച ഏതൊരു മനുഷ്യനും അവന്റെ രാജാവാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മിലുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള വഴിയിൽ ജീവിതം പോകണം. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത് ഒരു എക്സ്ചേഞ്ച് ആണ്, കൈമാറ്റമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനചലനമാണ്. ഞാൻ രാജാവായി വാണിരുന്ന സ്ഥാനത്ത് ക്രിസ്തുവിനെ രാജാവാക്കി കൊണ്ടുവരികയാണ്. ഞാൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സിംഹാസനത്തിൽ ഞാൻ ഇറങ്ങി താഴെ നിൽക്കുകയാണ്. ആ സിംഹാസനത്തിലേക്ക് ഇപ്പോൾ ക്രിസ്തു ഇരിക്കുക. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ നന്നായി ഉറപ്പിക്കണം. മുന്നോട്ടുള്ള പഠനത്തിലൊക്കെ നമ്മളത് കാണും. ഇതാണ് വീണ്ടും ജനനത്തിൽ സംഭവിച്ചത്. നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തി. ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളല്ല. എങ്ങോട്ട് പോകണം, എന്താണ് നല്ലത്, എപ്പോൾ പോകണം, ആരോടൊക്കെ ഇടപെടണം, അങ്ങനെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ക്രിസ്തുവാണ്. കാരണം ക്രിസ്തുവാണ് ഇപ്പോൾ രാജാവ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഞാനിപ്പോൾ ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം എന്നാണോ, ഞാൻ ദൈവത്തിന് വേണ്ടി എന്നാണോ? വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐ ആം ഫോർ ഗോഡ്, ഞാൻ ദൈവത്തിന് വേണ്ടി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എനിക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ ദൈവം എനിക്ക് വേണ്ടിയാണ്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ സുഖങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ താല്പര്യങ്ങളും നിവർത്തിക്കാനാണ് എല്ലാം, ദൈവം ഉൾപ്പെടെ. എന്നാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൈമാറ്റം സംഭവിച്ചു. ഞാനിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തു. എന്ത്? എൻ്റെ അധികാരം ഞാൻ ക്രിസ്തുവിന് കൊടുത്തു. ഞാൻ സിംഹാസനത്തിൽ ഇറങ്ങി. ഞാൻ ക്രിസ്തുവിലായി. ഇപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യം യേശുവിനെ കർത്താവാക്കുകയാണ്. ലോർഡ്, കർത്താവ് എന്ന് പറഞ്ഞാൽ വിളിക്കാനുള്ള ഒരു വാക്ക് അല്ല,
അത് ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ്. അതായത് കർത്തൃത്വത്തിന്റെ കീഴിൽ, ഭരണത്തിന്റെ കീഴിൽ, അധികാരത്തിന്റെ കീഴിൽ. ക്രിസ്തുവാണ് ഇപ്പോൾ ഭരണത്തിൽ, ക്രിസ്തുവാണ് അധികാരത്തിൽ. ഞാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഞാനല്ല പിന്നെ കർത്താവ്, ഞാനല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഇതാണ് വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കുക. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് മുന്നോട്ട് കാണുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം ഉണ്ട്. രണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ഇതിൽ രണ്ടാമത്തെ ഭാഗം നമ്മൾ പിന്നീടുള്ള ക്ലാസ്സിൽ നോക്കും. ഒന്നാമത്തെ ഭാഗം മാത്രം നമുക്ക് നോക്കാം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. വിശ്വാസം തുടങ്ങുന്നത് അവിടെയാണ്. ദൈവമുണ്ട്. There is a God. There is a God. അതാണ് തുടക്കം. ഒരു ദൈവമുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇപ്പോ പ്രാരംഭ ഘട്ടം എന്ന നിലയിൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. വിശ്വാസം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു ചെറിയ ഒരു നിർവചനത്തിൽ നമുക്ക് ഒന്ന് തുടങ്ങാം. കാണാൻ കഴിയാത്തതാണ് വിശ്വാസം, കാണാൻ കഴിയാത്തതാണ്. അപ്പോ ദൈവം ഉണ്ട് എന്ന് ഞാൻ എൻ്റെ അക്ഷരീക എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് തുടക്കം. There is a God. അപ്പൊ ഒരു ചോദ്യം, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്? There is a God. ഞാൻ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് റെവലേഷന്റെ അടിസ്ഥാനത്തിലാണ്, വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. റെവലേഷന്റെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് അപ്പോക്കലിപ്സിസ്. അതിന്റെ അർത്ഥം ഇതാണ്: ഒരു കർട്ടൻ നീക്കിയിട്ട് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. ഒരു വെയിൽ കിടക്കുകയാണ്, അത് മാറ്റിയിട്ട് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ ദൈവം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് റെവലേഷൻ. അത് ദൈവമാണ് ചെയ്യുന്നത്, നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അല്ല. റോമലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും വേണം. അത് എന്താണ്? അത് ഒരാൾ ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവം വെളിപ്പാടിലൂടെയാണ് നമ്മിൽ വിശ്വാസം കൊണ്ടുവരുന്നത്. എന്നാൽ ഈ വെളിപ്പാട് എന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, തിരുവചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, വ്യക്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, സ്വപ്നത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഏതെങ്കിലും വഴിയിലൂടെ എല്ലാ കാലഘട്ടത്തിലും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വെളിപ്പാടിലൂടെയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. റോമലേഖനം 1-ാം അധ്യായം, അവിടെ ദൈവം കൊടുത്ത ഒരു വെളിപ്പാടിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 16-17 വാക്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആ 16-17 പറയുന്നത് സുവിശേഷത്തെ കുറിച്ചാണ്. 19 മുതൽ നമുക്ക് ചിന്തിക്കാം. ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി. എങ്ങനെയാ വെളിപ്പെടുത്തിയത്? 20-ാമത്തെ വാക്യത്തിൽ ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും
ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ഈ പ്രപഞ്ചത്തിലൂടെ, ഈ യൂണിവേഴ്സിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. മുകളിലുള്ള സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ പ്രകൃതി കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവന് ഒരു ചിന്ത ഉണ്ടാകും, ഇത് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യത്യസ്തമായ പല വെളിപ്പാടുകളുണ്ട്. നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലെ വെളിപ്പാടിനോട് ബന്ധപ്പെട്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് കോമൺ ആണ്. അപ്പൊ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ 21-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരു പ്രതികരണം ആഗ്രഹിക്കുക. എന്താണ് പ്രതികരണം? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കോ നന്ദി കാണിക്കോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരിൽ നിന്നൊരു പ്രതികരണം ദൈവം പ്രതീക്ഷിച്ചു. എന്താണ് പ്രതികരണം? പ്രതികരണം ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ നേരത്തെ കണ്ടു, വീണ്ടും ജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ജനനത്തിൽ ഞാൻ രാജാവാണ്. നമുക്കറിയാം, ഒരു നാട്ടിലെ, നമ്മൾ രാജാക്കന്മാരുടെ കാലത്ത് ജനിച്ചവരല്ല എങ്കിലും നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും രാജഭരണമുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ആ നാട്ടിലെ രാജാവാണ് സകല പുകഴ്ചയ്ക്കും പ്രശംസയ്ക്കും യോഗ്യൻ. ആ വ്യക്തിയെ പുകഴ്ത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്കറിയാം, ദാവീദിന്റെ കാര്യത്തിൽ സ്ത്രീകൾ ദാവീദിന് കുറച്ച് മഹത്വം കൂടുതൽ കൊടുത്തപ്പോൾ ശൗല് കോപിഷ്ഠനായി തീർന്നു. രാജാവിനോടാണ് നന്ദി കാണിക്കേണ്ടത്, രാജാവിനെയാണ് ഹോണർ ചെയ്യേണ്ടത്. വീണ്ടും ജനനത്തിൽ നമ്മൾ കണ്ടു, എന്റെ രാജാവ് ഞാനായിരുന്നു, ഞാൻ ആ സിംഹാസനത്തിൽ ഇറങ്ങിയിട്ട് ആ സ്ഥാനത്ത് ക്രിസ്തുവിനെ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെയാണ് ഹോണർ ചെയ്യുന്നത്, അങ്ങനെയാണ് ശരിയായ ഹോണർ ചെയ്യുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ വാക്കിലൂടെയൊക്കെ ദൈവത്തെ സ്തുതിക്കും, സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രശ്നം ഈ ദൈവത്തെ ഹോണർ ചെയ്യുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് 2 പാട്ട് പാടി കൈയടിച്ച് സ്തോത്ര ഹല്ലേലൂയ പറയുന്നതാണ്. 2 കൈയടിച്ച് പാട്ട് പാടി സ്തോത്ര ഹല്ലേലൂയ പറയുന്നത് എവിടെന്നാ തുടങ്ങുന്നത്? തുടങ്ങുന്നത് എന്റെ സിംഹാസനത്തിലാണ്, എന്റെ ഹൃദയത്തിലെ സിംഹാസനത്തിലാണ്. എന്റെ ഹൃദയത്തിലെ രാജാവ് ഇപ്പോഴും ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ എത്ര പാട്ട് പാടിയാലും, എത്ര ആരാധിച്ചാലും, എത്ര കൈയടിച്ചാലും അതൊക്കെ വെറുതെ ഒരു കപടഭക്തി മാത്രമാണ്. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമാണ്. എന്താണ് പ്രതികരണം? ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം. എന്റെ ജീവിതം ദൈവത്തിൻ്റെതാണ്. ദൈവം എനിക്ക് വേണ്ടി എന്നല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി. അവിടെ ഒരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ ചിന്തയിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ ചിന്തയിൽ, നിരൂപണത്തിൽ. വെളിപ്പാട് എന്ന് പറയുന്നത് അത് ദൈവം തരുന്നതാണ്. നിരൂപണം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന വെളിപ്പാടാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇത് വളരെയധികം ആവശ്യമാണ്. നിരൂപണം, തിങ്കിങ് എന്ന് പറയുന്ന മാൻ മെയ്ഡ് റെവലേഷൻ, മനുഷ്യൻ ഉണ്ടാക്കുന്ന വെളിപ്പാടാണ്. ദൈവം സ്വർഗത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്നാൽ അതിനോട് ശരിയായി പ്രതികരിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയിൽ വെളിപ്പാടുണ്ടാക്കും, നിരൂപിക്കും, ചിന്തിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ സ്വാഭാവികമായ അവസ്ഥ ദൈവത്തിന്റെ വെളിപ്പാട് സ്വീകരിക്കലല്ല, നിരാകരിക്കലാണ്. മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായി ജീവിക്കുന്ന വെള്ളത്തിനടിയിലല്ല.
നമ്മൾ സ്വാഭാവികമായി ജീവിക്കുന്ന കരയിലാണ്. വേണമെങ്കിൽ നമുക്ക് നീന്തുമ്പോൾ കുറച്ച് സമയം ഞങ്ങൾ പറയും മുങ്ങാങ്കുഴി ഇടുക എന്ന് പറയും, വെള്ളത്തിനടിയിലൊക്കെ നീന്താം കുറച്ച് സമയത്തേക്ക്. അത് സ്വാഭാവികമല്ല, കുറച്ച് സമയത്തേക്ക് ചെയ്യുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിലും ലാഘവത്തോടെയും ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്നതാണ്. അപ്പൊ നാച്ചുറലി, സ്വാഭാവികമായി നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനല്ല, നമ്മുടെ തിങ്കിങ്, നമ്മുടെ ചിന്തകളെ സ്വീകരിക്കാനാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12:2 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, നിങ്ങളുടെ ചിന്തയ്ക്ക് പുറകെ നിങ്ങൾ പോകാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് പുറകെ നിങ്ങൾ പോകാതെ, നിങ്ങളുടെ ചിന്തയ്ക്ക് പുറകെ നിങ്ങൾ പോകാതെ, വെളിപ്പാട് കിട്ടുന്നതിനനുസരിച്ച് മനസ്സ് മാറ്റിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വെളിപ്പാടുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ വെളിപ്പാട് കേൾക്കുന്നത് രസത്തിനാണ്. ചർച്ചിൽ പോകുന്നു, മെസ്സേജ് കേൾക്കുന്നു. ഞാനൊന്നും ആരും കരഞ്ഞുകൊണ്ടൊന്നും വരുന്ന കണ്ടിട്ടില്ല എന്നല്ല, പൊതുവെ ആരും കരഞ്ഞുകൊണ്ടൊന്നും വരുന്ന കണ്ടിട്ടില്ല. പിന്നെ കരഞ്ഞുകൊണ്ട് വരുന്ന കണ്ടു കാണും. പ്രവാചകൻ പറഞ്ഞു, മകളെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞു കാണും. അല്ലാതെ ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു, എൻ്റെ ജീവിതത്തിലെ അഹങ്കാരത്തെ കാണിച്ചു, എൻ്റെ സ്വാർത്ഥതയെ കാണിച്ചു, എൻ്റെ ജീവിതം തെറ്റാണ് ദൈവം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കരയുന്നവരെ ഒന്നും അങ്ങനെ കാണാനില്ല ഈ കാലത്ത്. കാരണം ദൈവത്തിന്റെ വെളിപ്പാടിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇവിടെ പറയുന്നത് മനസ്സ് പുതുക്കണം. ഞാൻ ഉദാഹരണം പറയാം. പണം ജീവിതത്തെ സുഗമവും അനുഗ്രഹപൂർണവുമാക്കും എന്ന് വിശ്വസിക്കാനാണോ എളുപ്പം, വിശ്വസിക്കാതിരിക്കാനാണോ എളുപ്പം? പണമാണെല്ലാം. വിശ്വസിക്കാനാണ് എളുപ്പം. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നതിൽ യേശു പഠിപ്പിച്ചിട്ടില്ല. ഒരുവന്റെ ധനസമൃദ്ധി അല്ല അവന്റെ ജീവന്റെ ആധാരം എന്നാണ് യേശു പഠിപ്പിച്ചത്. അതായത് നിന്റെ ബാങ്ക് ബാലൻസ് അല്ല നിന്റെ ജീവിതത്തിന്റെ സുഗമമായ നടത്തിപ്പിന് കാരണം എന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല. യേശു പഠിപ്പിച്ചത് അതല്ല. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന അതാണ്. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാടുകളോട് പ്രതികരിക്കാനല്ല എളുപ്പം, സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ച് പോകാനാണ് എളുപ്പം. 1 കൊരിന്ത്യർ 2:14 എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ അവന് എളുപ്പമല്ല. അവന് എളുപ്പമായത് അവന്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകാനാണ് അവന് എളുപ്പം. അപ്പൊ ഇവിടെ ദൈവം, റോമാലേഖനം 1-ാം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവര് റെസ്പോണ്ട് ചെയ്തത് വെളിപ്പാടിനോടല്ല റെസ്പോണ്ട് ചെയ്തത്, അവരുടെ ബുദ്ധിക്ക് അനുസരണമായാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. റോമാലേഖനം 1-ാം For although they knew God, they did not honor him as God or give thanks to him, but they became futile in their thinking and their foolish hearts were darkened. അവിടെ അവർ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത് ബൈ ഫെയ്ത്താണ്, വിശ്വാസത്താലാണ്. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല, പിന്നീടുള്ള ക്ലാസ്സുകളിൽ അത് മനസ്സിലാകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. അവര് റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നത് ബൈ ഫെയ്ത്താണ്, കാണുന്നില്ല. പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്തതോ അവരുടെ തിങ്കിങ്ങിലാണ്. അവർക്കത് കാണാം, അവർക്ക് അനുഭവിക്കാം. അവരുടേത്, ദൈവത്തിൻ്റെത് അവർക്കൊന്നും അറിയില്ല. ദൈവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്താകും, അത് മുന്നോട്ട് എങ്ങനെയാകുമെന്നും അറിയില്ല. ദൈവം പറഞ്ഞു, ദൈവം വെളിപ്പെടുത്തി തന്നു, അതാണ് ബൈ ഫെയ്ത്ത്.
പക്ഷേ അവർ പ്രതികരിച്ചത് ഫെയ്ത്തിലൂടെയല്ല, അവരുടെ തിങ്കിങ്ങിലൂടെയാണ്. വിശ്വാസം ദൈവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. എന്നാൽ തിങ്കിങ്, നിരൂപണം, ചിന്ത നമ്മിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. വിശ്വാസം ദൈവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ആഗ്രഹം, അതിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. എന്നാൽ തിങ്കിങ്, ചിന്തകൾ എന്തിലേക്കാണ് കൊണ്ടുവരുന്നത്? എന്നിലേക്കാണ്. എന്റെ ഉദ്ദേശം, എന്റെ ആഗ്രഹം, എന്റെ മഹത്വം. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവിക മനുഷ്യന് വിശ്വാസത്തിൽ പ്രതികരിക്കാൻ ഇഷ്ടമില്ല. അവനിഷ്ടം കാഴ്ചയാലാണ്. പൗലോസ് പറയുന്നു, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു വലിയ പുരുഷാരത്തെ തൃപ്തരാക്കി. അത്ഭുതം ചെയ്തു. യേശു ഒരു അത്ഭുതം ചെയ്തു. അത്ഭുതം അല്ലെങ്കിൽ വെളിപ്പാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെളിപ്പാട് പല രീതിയിലുണ്ട്. അതിലൊന്ന് അത്ഭുതമാണ്. അപ്പൊ ഇവിടെ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ഈ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തിയപ്പോൾ അത്ഭുതമാകുന്ന വെളിപ്പാട് ദൈവം കൊടുക്കുക. എന്തിനാ കൊടുത്തേ? ദൈവത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ. പക്ഷെ അവര് എന്തിനാ ഉപയോഗിച്ചേ? അവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി. അത് ദൈവം കൊടുത്ത റെവലേഷനെ അവര് വിശ്വാസത്തിലൂടെയല്ല കണ്ടത്, തിങ്കിങ്ങിലൂടെയാണ് കണ്ടത്. തിങ്കിങ്, ഓ ഞങ്ങൾക്ക് അപ്പം കിട്ടും, ഞങ്ങളുടെ ശരീരത്തിന് കൂടുതൽ സൗഖ്യമുണ്ടാകും, ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടാകും, ഞങ്ങളുടെ വിശപ്പടങ്ങും. അങ്ങനെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കാൻ തുടങ്ങി. ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെ അത്ഭുതം ചെയ്തത് അതിനു വേണ്ടിയല്ല. യേശു മശിഹയാണെന്ന് അവർ മനസ്സിലാക്കി യേശു വിശ്വസിക്കാനാണ് അത്ഭുതം ചെയ്തത്. അതുകൊണ്ടാണ് വീണ്ടും അവരെ യേശുവിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അപ്പം കിട്ടിയത് കൊണ്ടാണ്. അത്ഭുതം കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ മശിഹയെന്ന് മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്നെ മശിഹയായിട്ടല്ല, ഇനിയും വന്നാൽ അപ്പം കിട്ടും. വിശ്വാസം എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കുന്നു. എന്തിനാ സൗഖ്യമാക്കിയത്? ദൈവം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിന് ഉദ്ദേശമുണ്ട്. വെറുതെ ചെയ്യത്തില്ല, ഒരു രസത്തിന് വേണ്ടി ദൈവം ചെയ്യത്തില്ല. നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും, ഇപ്പൊ നമ്മൾ ഇങ്ങനെ സൂമിൽ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ്. കറണ്ട് പോകുമ്പോഴും നമ്മളത് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കും. അതിൽ ദൈവത്തിന്റെ ഉദ്ദേശം കാണാൻ എനിക്ക് കഴിയണം. ദാറ്റ് ഈസ് ഫെയ്ത്ത്. ഈ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. എന്തിനാ? ഈ കുഷ്ഠരോഗികൾ മടങ്ങി വന്ന് യേശുവിന് നന്ദി പറയണം. പക്ഷെ അതിൽ 9 പേര് വന്നില്ല, ഒരാൾ മാത്രം വന്നു. അവിടെ പറയുന്നത് അയാൾ യഹൂദനല്ലായിരുന്നു. അതായത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെടാത്തവൻ സൗഖ്യമായപ്പോൾ അവൻ വന്ന് യേശുവിന് നന്ദി പറഞ്ഞു. പക്ഷെ രക്ഷിക്കപ്പെട്ട 9 പേര്, ആ സൗഖ്യമായ 9 പേര് അവരവരുടെ വഴിക്ക് പോയി. എന്തിനാ യേശു സൗഖ്യമാക്കിയത്? യേശു സൗഖ്യമാക്കിയത് അവരുടെ ശരീരത്തിൽ സെലിബ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയല്ല. ഓ സൗഖ്യം കിട്ടി, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞു പോകാനല്ല, ദൈവത്തിലേക്ക് വരാനാ. പക്ഷേ അതിൽ 9 പേര് വന്നില്ല. അവരുടെ കാര്യത്തിന് വേണ്ടി അവരത് ഉപയോഗിച്ചു. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ഒരാൾ മാത്രം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു. ദൈവത്തിന്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വന്നു. വീണ്ടും ജനനം സംഭവിച്ചത് ഒരു സെക്കൻഡിലാണ്. ആരാണോ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. അതൊരു വലിയ ലോങ് പ്രോസസ് അല്ല, ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത്, അതൊരു ജീവിതം കൊണ്ട് മാത്രം തീരുന്നതാണ്. 1 വർഷമോ 2 വർഷമോ 10 വർഷമോ 30 വർഷമോ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു 10 വയസ്സിലാണ്, 70 വയസ്സിലാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ 60 വർഷം വരെ സംഭവിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച.
വീണ്ടും ജനനം സംഭവിക്കുന്നത് ഒരു നിമിഷത്തിലാണ്. എന്നാൽ വളർച്ച സംഭവിക്കുന്നത് ഒരു ജീവിതം കൊണ്ടാണ്. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി അവന്റെ ആഗ്രഹവും അവന്റെ ഇഷ്ടവും അവന്റെ താല്പര്യവും കൊണ്ട് അവൻ ജീവിതം തുടർന്നാൽ, അതായത് രക്ഷിക്കപ്പെട്ട സമയത്ത് അവൻ സിംഹാസനത്തിൽ ഇറങ്ങി ദൈവത്തെ സിംഹാസനത്തിൽ കയറ്റി ആ രക്ഷിക്കപ്പെട്ട സമയത്ത്, എന്നാൽ വീണ്ടും അവൻ സിംഹാസനത്തിൽ കയറി ഇരിക്കുകയാണെങ്കിൽ അത് വലിയ അപകടമുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയാണ് ഒരു ജീവിതമെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കാനായിരിക്കും. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾ നിവർത്തിക്കാനായിരിക്കും. ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധ്യത്തിനാണ്. ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധ്യത്തിനാണ്. അങ്ങനെ എല്ലാം നമ്മെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ തുടരും. റോമാലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും അവന്റെ സിംഹാസനത്തിൽ അവൻ കയറി ഇരിക്കുകയാണെങ്കിൽ അവൻ ചിന്തിക്കുന്നതൊക്കെ അവന്റെ ലാഭവും അവന്റെ താല്പര്യവും എന്നായിരിക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവൻ തന്നെയാണ് രാജാവ്. അപ്പോ അവൻ അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനായി ലൗകികമായ വഴികളെ തിരഞ്ഞെടുത്തു. കാർണൽ വേസ് അവൻ തിരഞ്ഞെടുത്തു. ഒരു ഉദാഹരണത്തിന്, പ്രമോഷൻ കിട്ടണം, ജോലിയിൽ ഒരു പ്രമോഷൻ കിട്ടണം. അപ്പൊ അതിന് അന്ന് അവൻ മേലധികാരികളെ അവൻ പ്ലീസ് ചെയ്തു, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് കൈക്കൂലി കൊടുത്തു, അങ്ങനെയൊക്കെ അവൻ പ്രമോഷൻ നേടി. ഇപ്പോ അവൻ വീണ്ടും ജനിച്ചു, പക്ഷെ ഇപ്പോഴും അവൻ തന്നെയാണ് രാജാവ്. അവന്റെ ഇഷ്ടമാണ്. വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ അങ്ങനത്തെ പരിപാടികൾ ഉപയോഗിക്കാറില്ല. അവനിപ്പോഴും പ്രമോഷൻ വേണം, അവന് ബഹുമാനം കൂടുതൽ വേണം, അവന് കാശ് കൂടുതൽ വേണം. ഈ പ്രമോഷന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്, കരഞ്ഞും പ്രാർത്ഥിച്ചു ഉപയോഗിച്ചും പ്രമോഷൻ നേടിയെടുത്തിട്ട് അവരുടെ ബുദ്ധിമുട്ട്, അയ്യോ നിന്ന് തിരിയാൻ സമയമില്ലേ, അയ്യോ തല പൊട്ടിപ്പോന്ന് തോന്നേ, ഇതൊക്കെ നേരത്തെ അറിയാമല്ലോ. പിന്നെ എന്താ ഗുണം? കുറച്ച് ബഹുമാനം, സെല്യൂട്ട് കുറച്ച് കൂടുതൽ കിട്ടും, പിന്നെ ശമ്പളം കൂടുതലും കിട്ടും. ഇപ്പോ പഴയ വഴികൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ആ സ്ഥാനത്ത് ദൈവത്തെ ഉപയോഗിക്കുക. പണ്ട് എനിക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടി ഞാൻ കള്ളത്തരം ചെയ്തു, കൈക്കൂലി കൊടുത്തു, എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല. അപ്പൊ ഞാൻ ദൈവവേദനല്ലേ. ഇപ്പൊ അതിന് പകരം ദൈവത്തെ ഉപയോഗിക്കുക. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുന്നു. സംഗതി സെയിം തന്നെ. പണ്ടും ഞാൻ തന്നെ രാജാവ്, ഇപ്പോഴും ഞാൻ തന്നെ രാജാവ്. പണ്ടും എന്റെ ഇഷ്ടങ്ങളാണ് നിവർത്തിക്കപ്പെടേണ്ടത്, ഇപ്പോഴും എന്റെ ഇഷ്ടങ്ങളാണ് നിവർത്തിക്കപ്പെടേണ്ടത്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, അതിനുള്ള വഴികൾ കുറച്ച് മാറ്റം ഉണ്ടാക്കി. ഇപ്പോൾ നാം യേശുവിന്റെ നാമം ഉപയോഗിച്ച് ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നു. നേരത്തെ യേശുവിന്റെ നാമം ഇല്ലായിരുന്നു. നേരത്തെയും നമ്മൾ ജഡത്തിന്റെ ഇഷ്ടങ്ങളെയാണ് തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോ യേശുവിന്റെ നാമവും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോഴുള്ളൂ. നമ്മൾ ഈ റോമാലേഖനത്തിൽ കണ്ടത് അവിശ്വാസികളെ കുറിച്ചാണ്. അതായത് അവിശ്വാസികൾ എന്ന് മാത്രമല്ല, ഇന്ന് നമുക്കുള്ള നിലയിലുള്ള വെളിപ്പാടുകൾ ലഭ്യമാകാത്ത ആളുകൾ, അതായത് ബൈബിൾ ഇല്ല, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് പ്രകൃതിയിലൂടെയാണ്. കോമൺ റെവലേഷൻ, എല്ലാവർക്കും റെവലേഷൻ ഉണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വെളിപ്പാട് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ വെളിപ്പെടുത്തൂ എന്നില്ല, സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്താം. പക്ഷേ വേറെ ഏതൊരു മാധ്യമത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയതും ഈ വചനത്തിന് പുറത്താകുകയില്ല. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ ദൈവം എന്നോട് പറഞ്ഞു എന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ. അങ്ങനെ ദൈവം പറയത്തില്ല. കാര്യം ദൈവത്തിന്റെ വചനത്തിൽ അത് അനുവദിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് പുറത്ത് അങ്ങനെ ഒരു വെളിപ്പാടുണ്ടാകത്തില്ല. അതേ സമയത്ത്
ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവം എന്നോട് പറയും, ഇന്നലെ ഒരു വഴക്കുണ്ടായി, അയാളോട് ചെന്ന് ക്ഷമ ചോദിക്കാൻ ചിലപ്പോൾ ഒന്നുകൂടെ വചനത്തിലൂടെ സ്വപ്നത്തിലൂടെ സംസാരിക്കാം. ഈ വചനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മറ്റു വെളിപ്പാടുകൾ മാത്രമേ ഉള്ളൂ. റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവി, അതായത് കേൾവി എന്ന വെളിപ്പാട് ദൈവം ഇവിടെ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ആകയാൽ വിശ്വാസം വരുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയിലൂടെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വായനയിലൂടെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അവൻ അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏതൊരു മനുഷ്യനും അവന്റെ ഈഗോ, അഹംഭാവം പവർഫുൾ ആണ്. നമുക്കറിയാം, കൊച്ചുകുട്ടിയെ പഠിപ്പിക്കണ്ട, എന്റേതെന്ന് പറയാൻ, എന്റെ ടോയ്, എന്റേത് എന്ന് പറയാൻ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കണ്ട. അത് അവനിൽ തന്നെ ഉണ്ട്. ആദാമിന്റെ സ്വഭാവം അവനിലുണ്ട്, പാപ നേച്ചർ അവനിലുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ രാജാവ് നമ്മളാണ്. കാരണം നമ്മളെല്ലാം ജനിച്ചത് ആദാമിലാണ്, മോശം കുടുംബത്തിലാണ്. നമ്മൾ പറയല്ലേ, ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ്. ഏത് കുടുംബം? മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കുടുംബം, ആദാമിന്റെ കുടുംബം. വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്, എന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്, ആ സ്ഥാനത്ത് യേശുവിനെ കയറ്റി ഇരുത്തുകയാണ്. ഇനി യേശുവാണ് തീരുമാനിക്കുന്നത്. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല. അതാണ് വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനനത്തിലൂടെ ഞാൻ എന്റെ സിംഹാസനം കർത്താവിന് കൈമാറി കഴിഞ്ഞപ്പോൾ പിന്നെ കർത്താവ് എനിക്ക് വേണ്ടി എന്നല്ല, ഞാൻ കർത്താവിന് വേണ്ടി. എന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടി എന്നല്ല, കർത്താവിന് വേണ്ടി. കർത്താവിന്റെ ഇഷ്ടമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവിന്റെ ഇഷ്ടമാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ വിശ്വാസം എന്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഈ അന്ത്യകാലത്ത് പഴയ കാലങ്ങളിൽ പല രീതിയിലൂടെ ദൈവം വെളിപ്പെടുത്തി. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം തന്റെ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിലാണ്. ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: ഞാൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആ സിംഹാസനത്തിൽ ഇറങ്ങി ഇപ്പൊ താഴെ നിൽക്കുകയാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര കൊതിയുണ്ട് തിരിച്ചു കയറാൻ, യേശുവിനെ പിടിച്ച് വലിച്ചിടാനൊക്കെ എപ്പോഴും ആഗ്രഹം ഉണ്ടാവും. പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് തരാനുള്ള കർത്താവ്, കുറച്ചുകൂടി ഞാൻ സ്തുതിച്ചോളാം, കുറച്ചുകൂടി ഞാൻ നിന്നെ ആരാധിച്ചോളാം, കുറച്ചുകൂടി ഞാൻ അധികം പ്രാർത്ഥിച്ചോളാം, അപ്പൊ എന്റെ കാര്യം നടത്തി തരണം, ഇതൊക്കെയുള്ള ചിന്ത നമ്മളുണ്ടാകും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടിട്ടില്ല. നമ്മളത് മറക്കരുത്. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത് കർത്താവിന്റെ വരവിൽ മാത്രമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരമാണ്, ഈ ഫോളൻ നേച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരത്തിന്റെ പ്രത്യേകത, അതിനെപ്പോഴും പാപത്തോടാണ് താല്പര്യം, ലോകത്തോടാണ് താല്പര്യം, സ്വയത്തോടാണ് താല്പര്യം. പത്രോസ് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. ജഡമോഹം, ജഡത്തിന്റെ ഇച്ഛകൾ, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ ജഡമോഹം ഒന്നും പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ജഡമോഹത്തെ നമ്മൾ ഒഴിവാക്കുകയാണ്. ജഡം നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കും, ജഡം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. കാര്യം, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നവരാണ്. നമ്മൾ വിശ്വാസത്തിന്റെ ആദ്യ ക്ലാസ് ആയിട്ട് നമ്മൾ പഠിച്ചത് അതാണ്. ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആ ദൈവം സർവശക്തനാണ്. ആ ദൈവം രാജാവാണ്. ആ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവമാണ് ഇപ്പോൾ വാഴുന്നത്. ഞാൻ എൻ്റെ അവകാശത്തെ അടിയറവ് വെച്ചു. ഞാനല്ല ഇനി ജീവിക്കുന്നത്.
ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ദൈവം നന്നായി ഉറപ്പിക്കട്ടെ. നമുക്ക് നാളെ ഇതിന്റെ ബാക്കി ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം.